ഇനി നമ്മൾ ഈ ഇടയ്ക്ക് ഷെഫ് പിള്ളയ്ക്ക് ഊർമിള ഉണ്ണി ഉണ്ടാക്കി കൊടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. അത് ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്തത്. പക്ഷേ അതുപോലൊക്കെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം പിന്നെ നമ്മൾ അവരുടെ ഉണ്ടാക്കിയത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് ചെറിയ മാമ്പഴമാണ്. ഇവിടെ മാർക്കറ്റിലൊന്നും കിട്ടാറില്ല കേട്ടോ. ഇതൊക്കെ കാണുന്നത് തന്നെ വളരെ റെയറാണ് ഇവിടെ. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലെങ്ങാണ്ടൊക്കെ കാണുന്നതാണ്. പണ്ടും ഇതുപോലെ ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഫ്രണ്ട്സ് ഞങ്ങൾക്ക് തന്നെയാണ്. അപ്പം അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് വെച്ചു കേട്ടോ. എൻ്റെ വീഡിയോ ചേച്ചി കാണാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചി താങ്ക്സ്. ഞാൻ ഡയറക്റ്റ് അത് വിളിച്ച് പറഞ്ഞില്ല എങ്കിലും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മണം തന്നെ കേൾക്കുന്നത് എനിക്ക് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഇതിൻ്റെ മണമല്ല, ഇതിൻ്റെ മണം കേൾക്കുമ്പം തന്നെ നല്ല. അപ്പം ഇത് കണ്ടപ്പം തന്നെ എനിക്ക് അപ്പം ഊർമിള ഉണ്ണി ഉണ്ടാക്കിയത് അവർ ഈ മാമ്പഴമൊക്കെ ശർക്കരയ്ക്കകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ എനിക്കതിനുള്ളൊരു ക്ഷമയൊന്നും കിട്ടിയില്ല. അപ്പം ഞാനത് കണ്ടപ്പം തന്നെ ഓക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് അവരത് കാണിക്കുന്ന പോലെ തന്നെ ആദ്യം നമ്മളത് വെള്ളമൊഴിച്ച് തിളപ്പിച്ചു. പിന്നെ കുറച്ച് അതിന് അരപ്പ് തേങ്ങയൊക്കെ അരച്ചു, ജീരകം, മുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്തു. പിന്നെ കുറച്ച് തൈര്, നല്ല കട്ടത്തൈര് ചേർക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പം തന്നെ എനിക്കാണെങ്കിൽ നല്ല മണം വരുന്നുണ്ടേ. നല്ല അസാധ്യമായിട്ടുള്ളൊരു മണമാണ്. അപ്പം ഇതിൻ്റെ കൂട്ടി ഫുഡ് കഴിക്കാൻ അപ്പം തന്നെ തോന്നുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടിക്കുമാണ്. ഞാനപ്പോൾ എൻ്റെ കട്ടത്തൈരും ഒത്തിരി വെള്ളമൊന്നും ഞാൻ ഒഴിച്ചില്ല. ഉണ്ടായിരിക്കും നല്ല കുറച്ചൊരിച്ചിരി പുളിശ്ശേരി ആണെങ്കിൽ നല്ല കട്ടിക്കായിരിക്കുന്നത്. അപ്പം ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് നല്ല ഫുഡ് കഴിക്കുന്നത് തന്നെ ഒരു ലൈഫിൻ്റെ ലക്ഷറി ആയിട്ടാണ് ഞാൻ കരുതുന്നത്.